നമസ്കാരം, ഐശ്വര്യാണ്. വളരെ വൈകിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചൊരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നീട് നമ്മളത് ചെയ്യാതാവുകയുണ്ടായി. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ബിഗ് ബോസിനോടാണ് ചോദ്യം. നാണമില്ലേ? ഈ നാണം കെട്ട ഗെയിം നിങ്ങൾക്ക് നിർത്തിക്കൂടെ? എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും നാണം കെട്ട ഒരു ഗെയിം കളിക്കുന്നത്? ആ നെവിനെ പോലുള്ള അതിനെ ഏത് ഗണത്തിൽ പെടുത്തണം എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആ ഗണത്തിലൊന്നും പെടില്ല കേട്ടോ. ഇത് വേറൊരെണ്ണമാണ്. ഇതിനെയൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാര്, ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻസ്, അവരൊക്കെ അവരുടെ മാന്യത കീപ്പ് ചെയ്ത് ബിഗ് ബോസിൽ വന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ജന്മത്തെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്തതിന്റെ കുഴപ്പമായിരിക്കാം അവനെ കാണിക്കുന്നത്. ഒരു മനുഷ്യനെ എത്ര ദ്രോഹിക്കാം അത്രമേൽ ചെയ്യാം. അവന്റെ വിവരക്കേട് കാണിക്കുന്നു. പക്ഷെ ഈ ലാലേട്ടനൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ബിഗ് ബോസ് പോലുള്ള, അതായത് ലാലേട്ടനുണ്ട് ബിഗ് ബോസ് പോലുള്ളതെന്ന് പറയാനൊന്നുമില്ല. അതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രാവശ്യം സെലക്ഷൻ ലിസ്റ്റ് തന്നെ ഒന്ന് എടുത്തു നോക്കുക. ഏഷ്യാനെറ്റുമായി ബന്ധമുള്ളവർ മാത്രമാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ അനീഷ് അടക്കം. അല്ലാണ്ട് വെറുതെ വഴിയെ പോയ ആൾക്കാരെ ഒന്നും അല്ല വിളിച്ച് ഏഷ്യാനെറ്റ് കയറ്റിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ഓരോരുത്തരെയും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഏഷ്യാനെറ്റിൽ സ്വാധീനം കൊണ്ടും മാത്രം കയറിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഉള്ളതൊന്നുമില്ല. ഏഷ്യാനെറ്റ് അല്ലാണ്ട് വിളിച്ചിട്ടുള്ള പല സെലിബ്രിറ്റികളും വന്നിട്ടുമില്ല. എത്ര ലക്ഷ്മി നക്ഷത്രം ഏതോ 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടില്ല. അങ്ങനെ ആരൊക്കെ? ഒന്നുകിൽ ഒരു പണിയില്ലാത്തവര്, അല്ലെങ്കിൽ ഫെയിം ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെ ഫിനാൻഷ്യലി അത്രയും ക്രൈസിസ് ഉള്ളവര്, അവരൊക്കെ മാത്രമാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നതും അവരും സ്വാധീനം ചെലുത്തിയിട്ടും ഏഷ്യാനെറ്റിൽ ബന്ധങ്ങളുണ്ടായിട്ടും. അക്ബർ പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ ആയപ്പോൾ അതിന്റെ ഹെഡായിട്ടിരുന്ന ആളാണ് ഇന്ന് ഈ ബിഗ് ബോസിന്റെ ഇതിലിരിക്കുന്നത്. അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അക്ബറിന്. അങ്ങനെ ഓരോരുത്തരും. അനീഷ് പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. അനീഷ് പക്ഷെ മാന്യമായിട്ട് കളിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കിട്ടാൻ യോഗ്യൻ അനീഷോ അല്ലെ അനുമോളോ ഒക്കെ ഉള്ളു. അനുമോളുടെ ഗെയിമിനെ ഒന്നും പറയാനില്ല. പറഞ്ഞിട്ടുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് നേരത്തെ. അവരൊക്കെ മാന്യമായിട്ട്, അതില നൂറ ഒക്കെ മാന്യമായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഖിൽമാരാറിന് ശേഷവും അഖിൽമാരാറിന് മുന്നും എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മാന്യമായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അതുപോലൊന്നും ആരും കളിച്ചിട്ടില്ല. ഈ ഷാനവാസിനെ നെവിൻ പിടിച്ചു തള്ളി ഈ രീതിയിലാക്കിയിട്ട് എന്താണോ താക്കീതിൽ നിർത്തിയത്?